ഹായ് നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ ചിന്താ വിഷയം പലരുടെയും സംശയമാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ മെഡിക്കൽ നിർബന്ധമാണോ എന്നുള്ളത്. ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ സാധാരണ രീതിയിൽ മെഡിക്കലിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ എടുക്കുന്ന പർച്ചേസ് പ്രൈസിനനുസരിച്ചിട്ട്, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈഫ് ഇൻഷുറൻസ് എടുക്കാനായിട്ട് നമുക്ക് മെഡിക്കൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ കൂടുതൽ വലിയ എമൗണ്ടിലേക്കൊക്കെ നമ്മൾ സം ഒക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത്, അതുപോലെ നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ട് റിസ്ക് കൂടുതലാണെന്ന് തോന്നുന്ന ആ ഒരു ക്രൈറ്റീരിയയിലാണ് നമുക്ക് മെഡിക്കൽ എടുക്കേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ മാത്രം മെഡിക്കൽ എടുക്കുക. അങ്ങനെ മെഡിക്കൽ എടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, ഷുഗർ BP അങ്ങനെയുള്ളത് എന്തെങ്കിലും ഉണ്ട്, ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി, നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി, ഇതെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് പ്രീമിയം എത്ര എന്ന് കാണുന്നത്. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ ഒരു മെഡിക്കൽ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചിലപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഹൈ സം അഷ്വേർഡ് ചിലപ്പോൾ കിട്ടാതെ വരാം. അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രീമിയം എന്ന് പറയുന്നത് കുറച്ച് ഹൈ ആയിട്ടുള്ള പ്രീമിയം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കാനും സാധിക്കും. അല്ലാത്ത കേസിൽ, നോർമൽ ഒരു കേസിലാണെങ്കിൽ പ്രായം കുറവാണെങ്കിൽ മെഡിക്കലിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൻ്റെ ഹിസ്റ്ററി, നമ്മുടെ ഹാബിറ്റ്, നമുക്ക് മദ്യപാനമുണ്ടോ, പുകവലിയുണ്ടോ, അങ്ങനെയുള്ള ഹാബിറ്റുകൾ, അതുപോലെ നമ്മളുടെ ഫാമിലി ഹിസ്റ്ററി, കുടുംബത്തിൽ ആർക്കെങ്കിലും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ളവരുടെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മെഡിക്കൽ എടുക്കേണ്ടി വരുന്നത്. അങ്ങനെ മെഡിക്കൽ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താനും സാധിക്കും. ഒപ്പം ചിലപ്പോൾ ചെറിയ പ്രീമിയത്തിൽ ഹൈക്ക് വരാം. അങ്ങനെയായിരിക്കാം നമുക്ക് പോളിസി ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെറുപ്രായത്തിലെ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പ്രാധാന്യം അതാണ്. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും സാധാരണ രീതിയിൽ ചെറുപ്രായത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അപ്പോഴേ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആവശ്യം വരില്ല. അതുപോലെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇൻകത്തിനനുസരിച്ച് ആവശ്യപ്പെടുന്ന ഒരു ഹൈ സം അഷ്വേർഡിലേക്കൊക്കെ നമുക്ക് എടുക്കാനും സാധിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചേരുന്ന സമയത്ത് നമ്മുടെ ഏജിനനുസരിച്ചുള്ള പ്രീമിയമാണ് നമ്മൾ അടയ്ക്കേണ്ടത്. നമ്മൾക്ക് ഏജ് കൂടുന്നതിനനുസരിച്ചൊന്നും അവിടെ പ്രീമിയം വർദ്ധിക്കുന്നില്ല. സെയിം പ്രീമിയമാണ് നമ്മൾ പോളിസി കാലാവധി വരെ നമ്മൾ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ എന്നുള്ളതാണ്. അതേസമയം നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഓരോ ഏജിനനുസരിച്ചിട്ട് എല്ലാ വർഷവും നമുക്ക് ആ ഒരു പ്രീമിയത്തിൽ ഹൈക്ക് വരാം. അതുപോലെ അതിനൊരു പ്രത്യേക സ്ലാബുകളുണ്ട്. ഇത്ര ഏജ് വരെ ഒരേ പ്രീമിയം ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.